അങ്ങനെ മഴ പെയ്ത് തോർന്ന മനോഹരമായ കാഴ്ചകളും കണ്ട് കട്ടൻ ചായയിലാണ് ഇന്നത്തെ തുടക്കം. ഇന്ന് പൊന്മുടിയിലേക്കാണ് പോകാൻ പ്ലാൻ ചെയ്യുന്നത്. കോടമഞ്ഞൊക്കെ കാണാമെന്ന് വിചാരിച്ച് ഇറങ്ങിയെങ്കിലും ഇറങ്ങാൻ നേരം ലേറ്റായിപ്പോയതുകൊണ്ട് അവിടെ എത്താൻ അതിനും വൈകി. പോകുന്ന വഴിക്ക് മനോഹരമായ കാഴ്ചകളും പൈനാപ്പിളും മാങ്ങയൊക്കെ കഴിച്ചുകൊണ്ട് നമ്മൾ യാത്ര തുടർന്നു. പൊന്മുടിയിലെത്തി. നല്ല പൊരിവെയിൽ. സൂര്യകിരണങ്ങളേറ്റ് ചെടികളൊക്കെ വാടിത്തളർന്നു പോകുന്ന പോലെ നമ്മളും വാടിത്തളർന്നു പോയേക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ നമുക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല. തിരക്കുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ആളുകൾ വെയിലാണെങ്കിലും വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പ്രകൃതി രമണീയമായ കാഴ്ചകൾ ആസ്വദിച്ച് നമ്മളിതാ നടന്നു. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ കുറച്ച് ഐസ്ക്രീം അങ്ങനെ വെള്ളമൊക്കെ കുടിച്ച് നമ്മൾ കുറച്ച് നേരം അവിടെ നമ്മുടെ തണൽ കേന്ദ്രത്തിൽ വിശ്രമിച്ചു. പിന്നീട് നമ്മൾ യാത്ര തിരിച്ചു. ഇന്നലത്തെ യാത്രാക്ഷീണമുള്ളത് കൊണ്ട് തന്നെ ഇന്ന് അധികം യാത്രയില്ല. വൈകുന്നേരം മിനിറ്റിന് ആരൊക്കെയോ കാണാനും എന്തൊക്കെയോ പ്ലാനുകൾ ഉള്ളത് കൊണ്ട് നമ്മൾ എവിടെയും പോകുന്നില്ല. അതുകൊണ്ട് നമ്മളിതാ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. വേദക്കുട്ടനാണെങ്കിൽ നല്ല സന്തോഷത്തിലാണ്. അവന് ആദ്യമായിട്ടാണ് ഇങ്ങനെ ലോങ് ജേർണീസ് ഉണ്ടാവുന്നത്. നമ്മളിങ്ങനെ പുറത്ത് വേദക്കുട്ടനെ കൊണ്ട് എവിടെയും പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പോകുന്നത് തന്നെ നമ്മുടെ പ്രകൃതി രമണീയമായ സൗന്ദര്യം, പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിക്കാനാണ് പോയത്. എന്നിരുന്നാലും വേദക്കുട്ടൻ പുറത്തുള്ള കാഴ്ചകളൊക്കെ ആസ്വദിച്ച് ഭയങ്കര ഹാപ്പിയായിരുന്നു. അങ്ങനെ നമ്മൾ കുറേ നേരം ഉണ്ടായിരുന്നു യാത്രയെങ്കിലും ആർക്കും ഒരു മുഷിപ്പും ഉണ്ടായില്ല എന്നുള്ളതാണ് സത്യം. എല്ലാവരും എൻജോയ് ചെയ്തു. അങ്ങനെ നമ്മൾ തിരിച്ച് റൂമിലേക്ക് വരികയാണ്. വേദക്കുട്ടന് നല്ല സന്തോഷമായി. അങ്ങനെ നമ്മൾ റൂമിലെത്തി ഭക്ഷണം കഴിച്ചു.